അങ്ങ് ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതിൽ വിയോജിപ്പ് തോന്നുന്നുണ്ട് പലർക്കും. എന്തിനാണ് വിയോജിപ്പ്? ഒന്ന്, അങ്ങ് പറയുന്നു സ്ത്രീകളെ ബഹുമാനിക്കാൻ ആദ്യം പഠിപ്പിച്ചത് ഇസ്ലാം. ആദ്യം പറഞ്ഞില്ല, സ്ത്രീകളെ ബഹുമാനിക്കാൻ ഇസ്ലാമിന് അവസരമുണ്ട്, വസ്ത്രധാരണം അത് സുരക്ഷിതമാണ്. അതുപോലെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ആദ്യം കൊടുക്കുന്നത് ആദ്യം ഒരുപക്ഷെ തുടക്കത്തിൽ ഇസ്ലാമിനാണ്. മൃതദേഹങ്ങളെ ബഹുമാനിക്കാൻ പഠിപ്പിച്ചത് ഇസ്ലാം എന്ന് പറയും. പക്ഷെ അതിനൊക്കെ മുമ്പ് തന്നെ ചരിത്രമുണ്ട് മൃതദേഹങ്ങളുടെ കാര്യത്തിൽ. അല്ലെങ്കിൽ ടിപ്പു സുൽത്താൻ ഒരു മതേതരവാദിയാണെന്ന് പറയുന്നു. മറിയത്തെക്കുറിച്ച് ബൈബിളിലുള്ളതിനേക്കാൾ കൂടുതൽ ഖുറാനിലുണ്ടെന്ന് പറയുന്നത് അതൊക്കെ ഉണ്ടാവാം. പക്ഷേ ഖുറാനിൽ ഏത് മറിയത്തെക്കുറിച്ചാണെന്നുള്ള തർക്കമുണ്ടെന്ന്. രണ്ട്, ഖുറാനിൽ പറയുന്ന മറിയത്തെക്കുറിച്ച് പരിശുദ്ധ മറിയം എന്ന നിലത്തിലാണോ പറയുന്നത്, ഇസ്ലാമിൽ പറയുന്നതും ബൈബിളിൽ പറയുന്നത് അങ്ങനെയാണോ, ടിപ്പു സുൽത്താൻ മതപരിവർത്തനം നടത്തിയില്ല എന്ന് പറയും. ഇങ്ങനെ ഇസ്ലാമിനെ അങ്ങ് ന്യായീകരിക്കുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ മുസ്ലിം ഒരു ഭീകരവാദിക്ക് മുസ്ലിം ആവാൻ സാധ്യമല്ല, മുസ്ലിം ഒരു സമാധാനത്തിന് മതി, ഇങ്ങനെ വലിയ കോൺട്രവേഴ്ഷ്യലായിട്ട് ഇസ്ലാം വിമർശകർ കാണുന്ന അഭിപ്രായങ്ങൾ പറയുന്നത് അടിസ്ഥാനത്തിലാണ്. അതായത് ഒരു 1000 വർഷമായിട്ട് ഈ കുരിശുയുദ്ധം സ്റ്റാർട്ട് ചെയ്തത് 1095 ആ 95ക്ക് ശേഷം ഒരു 1000 years ആയിട്ട് ക്രിസ്ത്യൻസും മുസ്ലിംസും തമ്മിൽ ഈ കുരിശുയുദ്ധത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ മത്സരത്തിൻ്റെ പരിണിത ഫലം എന്ന് പറയുന്നത് ഇസ്ലാമിനെ വക്രീകരിച്ച് കാണിക്കുക എന്ന് പറയുന്ന വലിയൊരു സംഭവമാണ്. അപ്പോൾ ഹിസ്റ്റോറിക്കലി അത് കറക്റ്റല്ല. ഇപ്പം പെൺകുട്ടികൾക്ക് സ്ത്രീധനം കൊടുക്കുന്നതിന് പകരം പെൺകുട്ടികൾക്ക് അങ്ങോട്ട് മെഹർ കൊടുത്ത് വിവാഹം കഴിക്കണമെന്ന് പറയുന്നു. പിതൃസ്വത്തിൽ അവകാശം കൊടുത്തു. ആൺകുട്ടി കൊടുക്കുന്നതിന് പകുതിയെ കൊടുത്തുള്ളൂ എങ്കിലും പിന്നീട് സ്വത്തിൽ പകുതി കിട്ടും, പിന്നെ മോഹരം കിട്ടും. അപ്പോൾ ഒരു പെൺകുട്ടിക്ക് ആൺകുട്ടിയേക്കാൾ സ്വത്ത് കിട്ടും. പിതൃസ്വത്തവകാശവും മാതൃസ്വത്തവകാശവും അത് കഴിഞ്ഞ് പുത്രസ്വത്തവകാശവും മുസ്ലിം സ്ത്രീക്ക് കിട്ടി, മറ്റു മതങ്ങളിലുള്ളവർക്ക് കിട്ടിയില്ല. പിന്നെ മറ്റുള്ള മതങ്ങളിലെല്ലാം പുരുഷന് ഭാര്യയെ ഡൈവോഴ്സ് ചെയ്യാൻ അവകാശം ഉണ്ടായിരുന്നു, സ്ത്രീക്ക് അവകാശമില്ലായിരുന്നു. പക്ഷേ ഇസ്ലാമിൽ ഫസ്കിയ 5 ക്ലോസ് അനുസരിച്ച് സ്ത്രീക്ക് ഭർത്താവിനെ ഉപേക്ഷിക്കാം. ഈ ഫസ്കിയാനുള്ള അധികാരം മറ്റു മതങ്ങളിൽ ഇല്ലാത്തൊരു അധികാരമാണ്. പിന്നെ മറ്റു മതങ്ങളിലെ സ്ത്രീകളെ മാറുമറയ്ക്കാനൊക്കാതെ വെളുംപ്രദേശത്തോടെ നടത്തിയിരുന്നു. ഇസ്ലാം സ്ത്രീകളുടെ ശരീരം പ്രൊട്ടക്ട് ചെയ്തു. പർദ എന്ന ഡ്രസ്സിനകത്ത് ഷീ വാസ് പ്രൊട്ടക്റ്റഡ്. അതുകൊണ്ട് ശരീരത്തിൻ്റെ ഭംഗി കണ്ട് ഒരു ബലാത്സംഗ ശ്രമമോ ഒരു മൊളസ്റ്റേഷനോ ഇസ്ലാം ഭരിക്കുന്ന സ്ഥലത്തുണ്ടാവില്ല. ലാർജ് നമ്പർ ഓഫ് ദം വിൽ ബി പ്രിവെൻറ്റഡ് ബിക്കോസ് ഓഫ് ദ ഡ്രസ്. ലോകത്തിലാദ്യമായി പ്രൊട്ടക്റ്റഡ് ഡ്രസ്സ് കൊടുത്തു. അപ്പോൾ ഈ മറിയത്തിൻ്റെ കേസ് തന്നെ എടുത്തു കഴിഞ്ഞാൽ ഈ വേദപുസ്തകത്തിലെ മറിയത്തെപ്പറ്റി 7 റെഫറൻസുകൾ വേദപുസ്തകത്തിൽ. പക്ഷേ ഖുറാനിൽ പരിശുദ്ധ ഖുറാനിൽ സൂറത്ത് മറിയമുണ്ട്. സൂറത്ത് മറിയുന്ന സ്ത്രീയുടെ പേരിൽ ഒരൊറ്റ ഒരു സൂറത്തേ ഉള്ളൂ സ്ത്രീയുടെ പേരിൽ, അത് ഈ മറിയത്തിൻ്റെ പേരിലാണ്. മറിയത്തിൻ്റെ പേരിൽ 37 റെഫറൻസ് വേദപുസ്തകത്തിലുണ്ട്. അപ്പോൾ വേദപുസ്തകത്തിൽ പറയുന്ന മറിയത്തിൻ്റെ അച്ഛനും അമ്മ ആരാണെന്ന് വേദപുസ്തകത്തിൽ എഴുതിയിട്ടില്ല. 2-ാം നൂറ്റാണ്ടിലെ പ്രോട്ടോ ഇവാഞ്ചലിക്കോ എന്നൊരു പുസ്തകം വരുമ്പോഴാണ് 200 വർഷങ്ങൾക്ക് ശേഷമാണ് മറിയത്തിൻ്റെ അപ്പൻ യുവാക്കീമും അമ്മ അന്നയാണെന്ന് പറയുന്നത്. ഒറിജിനൽ ബൈബിളിലെ മാതാപിതാക്കന്മാരുടെ പേര് പറയുന്നില്ല. പക്ഷേ ഖുറാനകത്ത് ഇമ്രാനാണ് അച്ഛൻ എന്നും അമ്മയുടെ പേരൊക്കെ പറയുന്നുണ്ട്. പക്ഷേ പേരൊക്കെ ഇമ്മറ്റീരിയലാണ്. പക്ഷേ ഈശാ നബിയുടെ അമ്മയാണ് എന്നുള്ള രീതിയിലാണ് അവിടെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഡെഡ് ബോഡിയെ ബഹുമാനിക്കുക, മരിച്ച രക്തസാക്ഷികളെ ബഹുമാനിക്കാൻ ലോകത്തിലെ എല്ലാ ജാതി മതങ്ങളിലും രേഖയുണ്ടായിരുന്നു. പക്ഷേ ഇസ്ലാം അല്ലാത്ത ഒരാളുടെ ഡെഡ് ബോഡി വരുന്നു, ഒരു യഹൂദൻ്റെ ഡെഡ് ബോഡി വരുമ്പോൾ അതിനെ വണങ്ങാനായി ചെന്ന് തലയിൽ ധരിച്ച വേഷം എടുത്ത് അതിനെ വണങ്ങുന്നു. എന്നിട്ട് അവരോട് പറയുകയാണ് ശവശരീരം റെസ്പെക്റ്റ് ചെയ്യപ്പെടണം എന്നുള്ളത്. അതവിടെ നിന്നാണ് മറ്റുള്ള രാജ്യങ്ങളിലെത്തി. അപ്പം നിനക്ക് ശാന്തി ഉണ്ടാവട്ടെ എന്ന് പറയുകയാണ്, സലോം അലൈക്കും എന്ന് പറയുകയാണ്. ആ സലോം എന്ന വാക്കിൽ നിന്നാണ് ഹിന്ദിയിലും ഉറുദുവിലൊക്കെ സലാം വന്നത്. പോലീസിൽ സല്യൂട്ടിന് സലാം എന്നാണ് പറയുന്നത്. അത് അറബ് ദേശത്തു നിന്ന് പ്രവാചകൻ്റെ നാക്കിൽ നിന്ന് വരുന്ന ഒരു ശാലോം എന്ന വാക്കിൽ നിന്നാണ്. അപ്പം അങ്ങനെ നമ്മൾ നോർമലി ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കുന്ന പല രീതികളിലും അങ്ങനെയല്ല ചരിത്രത്തിൽ എന്ന് ഒരു ക്രൗഡിനോട് പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ഞാനിപ്പോൾ പ്രസംഗിക്കാൻ ചെല്ലുമ്പോൾ ഈ മൈക്ക് റോഡിൽ വെച്ചിട്ടുണ്ടാവും, ഹിന്ദുക്കൾ കേൾക്കുന്നുണ്ട്, ക്രിസ്ത്യാനികൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ മുസ്ലിമിനോട് പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ഈ ഇസ്ലാമിൻ്റെ മതത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട്, ശാന്തിയുടെ മതമാണ് ഇത് ടെററിസത്തിൻ്റെ മതമല്ല, ഇതൊരു ശാന്തിയുടെ മതമാണ്. ശരിക്കും പ്രവാചകൻ പറഞ്ഞ ഒരു ഇസ്ലാം ഒരിക്കലും ടെററിസത്തെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ പ്രവാചകൻ ഒരുപാട് യുദ്ധം നടത്തിയെന്ന് പറഞ്ഞ് ഈ പ്രചരണം നടത്തും. പ്രവാചകനാകെ 3 യുദ്ധത്തിലേ പങ്കെടുത്തിട്ടുള്ളൂ, ബദറും ഉഹൂദും കണ്ടക്കും. ഈ 3 യുദ്ധത്തിലും കൂടെ ആകെ മരിച്ചത് 200 പേര് താഴെയാണ്. പ്രവാചകൻ ലക്ഷക്കണക്കിന് പേരെ അടിമകളാക്കിയെന്ന് ചിലർ പ്രസംഗിക്കും. പ്രവാചകൻ്റെ രാജ്യത്താകെ 1,00,000 പേരെ ഉണ്ടായിരുന്നുള്ളൂ. മദീനയിലെ ജനസംഖ്യ ആകെ 11,500 ഉള്ളൂ. അതിൽ 1,500 പേരെ മുസ്ലിംസ് ഉള്ളൂ, ബാക്കി നോൺ മുസ്ലിംസാണ്. മക്കയിലെ ജനസംഖ്യ എന്ന് പറയുന്നത് 35,000 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തൈഫിലെ ജനസംഖ്യ എന്ന് പറഞ്ഞാൽ 15,000 ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പ്രവാചകൻ ജീവിച്ചിരുന്ന കാലത്ത് പ്രവാചകൻ്റെ കീഴിൽ ആകെ 1,00,000 പേരെ ഉണ്ടായിരുന്നുള്ളൂ, ആകെ ജനസംഖ്യ. അപ്പോൾ പിന്നെ പ്രവാചകൻ ലക്ഷക്കണക്കിന് ആളുകൾ അടിമകളാക്കാനോ കൊണ്ടുപോകാനോ പറ്റുമോ? അപ്പോൾ പ്രവാചകൻ്റെ കാലത്ത് പ്രവാചകൻ പഠിപ്പിച്ച നല്ല കാര്യങ്ങളുണ്ട്, അത് ലോകത്തിലെ എല്ലാ മതക്കാരും വിശ്വസിച്ചിരിക്കേണ്ടതാണ്. പക്ഷേ പ്രവാചകൻ മരിച്ചൊരു 30 years കഴിഞ്ഞപ്പോഴേക്കും പ്രവാചകൻ്റെ ഒരു ശത്രുവാണ് പിന്നെ ഇസ്ലാമിൻ്റെ കാലിഫായിട്ട് വന്നത്. AD 661 കഴിഞ്ഞപ്പോഴത്തേന് അത് പ്രവാചകനെ കൊണ്ട് കൊല്ലാൻ ശ്രമിച്ച ആളിൻ്റെ ഗ്രാൻഡ് സണ്ണാണ് മുയുവ എന്ന് പറയുന്ന ആൾ. അയാൾ പ്രവാചകൻ്റെ ഗ്രാൻഡ് ചിൽഡ്രനെ 2 പേരെ ഹസനെയും ഹുസൈനെയും കൊന്നു കഴിഞ്ഞ് അദ്ദേഹത്തിന് ഹരം വേണമായിരുന്നു. അതിന് പ്രവാചകൻ്റെ ഭാര്യമാരെ പറ്റിയൊക്കെ വിവരിച്ചങ്ങോട്ട് എഴുതി ചേർത്ത് പുസ്തകത്തിനകത്ത്. അതൊരു നോർമൽ മുസ്ലിമിനെ നിഷേധിക്കാൻ പറ്റില്ല, ബിക്കോസ് ഇറ്റ് ഈസ് ഇൻ ദ ബുക്ക്. പിന്നെ ഹാദിസുകൾ എന്ന് പറഞ്ഞ് കുറേ നല്ല കാര്യമുണ്ട്, കുറേ തെറ്റ് എഴുതി വെച്ചിട്ടുണ്ട് ഈ ഹാദിസിനകത്ത്. അത് വെച്ചിട്ട് ഇസ്ലാമിനെ ജഡ്ജ് ചെയ്യാൻ പോകരുത്. അപ്പോൾ ഇസ്ലാമിൻ്റെ ഗ്രേറ്റ്നസ്
മുസ്ലിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കുകയാണ്, നിങ്ങളുടെ മതം ഒരു ശാന്തിയുടെ മതമാണ്, അക്രമത്തിന്റെ മതമല്ല. ലോകം മുഴുവൻ ഇസ്ലാമികവൽക്കരിക്കാൻ ഒരു നീക്കം നടക്കുന്നില്ലേ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അജണ്ട? അതെല്ലാം പൊളിറ്റിക്കലാണ്, പൊളിറ്റിക്കലായിട്ട് പറഞ്ഞുണ്ടാക്കുന്നതാണ്. അതായത് ക്രിസ്ത്യാനികൾ ഇസ്ലാമിനെതിരെ പറഞ്ഞുണ്ടാക്കുന്ന കുറേ ആരോപണങ്ങളാണ്. അത് നമ്മൾ ആ രീതിയിൽ വിഴുങ്ങിക്കളയരുത്. ഇപ്പോൾ ജിയോ പൊളിറ്റിക്സ് വെച്ചിട്ട് ഇസ്ലാം മതം ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്യുന്നു. ഇപ്പോൾ തന്നെ ഓൾറെഡി 156 crores ക്രോസ് ചെയ്ത് കഴിഞ്ഞു. വിതിൻ 15 years അവരായിരിക്കും ലോകത്തിലെ ഏറ്റവും വലിയ മതം. ദേ വിൽ ഓവർടേക്ക് ക്രിസ്ത്യാനിറ്റി. അപ്പോൾ ക്രിസ്ത്യാനിറ്റിക്കുള്ള വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻസിൽ 90% പള്ളി പോയില്ല. ജർമ്മനിയിലൊക്കെ ഒരു പള്ളി പോയി കഴിഞ്ഞാൽ ആകെ 10-15 പേര് പള്ളി കാണും. 60 വയസ്സിൽ താഴോട്ട് ഒറ്റ കന്യാസ്ത്രീ ഇല്ല യൂറോപ്പിലെങ്ങും. അപ്പോൾ ക്രിസ്ത്യാനികൾ ക്രിസ്തു മതത്തിൽ നടന്നു പോവുകയും ഇസ്ലാം വളരെ ഹാർഡായിട്ട് ബിലീവ് ചെയ്യുകയും ചെല്ലുമ്പോൾ ഇസ്ലാം ഈസ് ഗോയിങ് ടു ഈസിലി ഓവർടേക്ക് ക്രിസ്ത്യാനിറ്റി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് ത്രെട്ടായിട്ട് കണക്കാക്കിയിട്ട് അവരെ ലോകവ്യാപകമായിട്ട് അവരെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ അഫ്ഗാനിസ്ഥാനിലും ഒക്കെ ഇറാനിലും സൗദിയിലും ഒക്കെ മനുഷ്യന് വ്യക്തി സ്വാതന്ത്ര്യമില്ലല്ലോ, പേഴ്സണൽ ലിബർട്ടി ഇല്ലല്ലോ. അതൊക്കെ ആരോപണങ്ങൾ, കുറച്ചേറെ ആരോപണങ്ങളാണ്. ഇറാഖിൽ അമേരിക്ക ഇറങ്ങി യുദ്ധം ചെയ്തു. അമേരിക്ക ബോംബിട്ടിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചു. അപ്പോൾ അത് പറയുന്നത് പീസ് കീപ്പിംഗ് ആണ്. പക്ഷേ ഇറാഖി അവൻ്റെ രാജ്യത്തിന് വേണ്ടി ഒരു ബോംബ് പൊട്ടിച്ചാൽ അത് ടെററിസമാണ്. അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക ഇറങ്ങി അവിടെ ലക്ഷക്കണക്കിന് ആളെ കൊന്നു. 5-1 സ്ത്രീകൾ വിധവകളായി. അതെന്താണ് ഡെവലപ്മെൻറ്റ്? പക്ഷേ അഫ്ഗാനിസ്ഥാൻകാരൻ അവൻ്റെ മണ്ണിന് വേണ്ടി ഒരു ബോംബ് പൊട്ടിച്ചാൽ അതോടെ ടെററിസായി. ഇതാണ് ഭാഷ വെച്ചിട്ടുള്ള പ്രയോഗം. ഇസ്ലാം ഒരു ലോകത്തിന് സമാധാനത്തിന് ഭീഷണിയല്ല എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അഖില ലോക വ്യാപകമായി ഏത് ജനതയെ ഭീഷണിപ്പെടുത്തി ഒതുക്കാൻ ശ്രമിച്ചാലും, പൂച്ചയെ മുറിയുടെ മൂലക്കിട്ട് കൊല്ലാൻ ശ്രമിച്ചാൽ പൂച്ച ശക്തമായി തിരിച്ചടിക്കത്തില്ലേ എന്ന് പറഞ്ഞതുപോലെ ആ രാജ്യത്തുള്ള മുസ്ലിംസ് തിരിച്ചടിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ അതുകൊണ്ട് ആ മതത്തെ മുഴുവൻ കുറ്റം പറയാൻ പറ്റില്ല. ഇപ്പോൾ ഹിന്ദുമതം ഒഴിച്ച് ബാക്കിയുള്ള ലോകത്തുള്ള എല്ലാ മതങ്ങളും വയലൻസ് കാണിച്ചിട്ടുണ്ട്. ഇപ്പം റിലിജൻസിനെ മുഴുവൻ വയലൻസ് വെച്ചിട്ടൊരു വീഡിയോ നമ്മുടെ യൂട്യൂബിൽ കിടപ്പുണ്ട്. വിച്ച് റിലിജൻ ഈസ് ദ മോസ്റ്റ് വയലൻറ്റ് കണക്കെടുത്തിട്ടാണ്. അതിൽ ഇസ്ലാം 5ാം സ്ഥാനത്ത് വരുന്നുള്ളൂ. ഏറ്റവും അവസാനം വരുന്നത് ഹിന്ദുമതമാണ്. ഹിന്ദുമതമാണ് ഏറ്റവും ലീസ്റ്റ് വയലൻറ്റ് റിലിജൻ ഇൻ ദ വേൾഡ്. ശാന്തിയുടെ മതമാണ് ഹിന്ദുമതം. ഏറ്റവും കൂടുതൽ വയലൻസ് കാണിച്ചിട്ടുള്ള ക്രിസ്ത്യാനികളാണ്. ഈ അക്രമം വരുമ്പോഴേ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോഴാണ് വ്യത്യാസം. ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യ പലതവണ ആക്രമിച്ച് പിടിച്ചെടുത്തിട്ടുണ്ട്. ഗാന്ധാരി ആദേശത്ത് പോയി പിടിച്ചുകൊണ്ട് വന്നതാണ്, കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് വന്നതാണ്. അവളുടെ അപ്പനെ അമ്മയും പിടിച്ച് ജയിലിലിട്ടു മഹാഭാരത കാലത്ത് തന്നെ. പിന്നെ മൗര്യ സാമ്രാജ്യത്തിനാണ് നമ്മൾ അഫ്ഗാനിസ്ഥാൻ പിടിച്ചു, ഗുപ്ത സാമ്രാജ്യത്തിനാണ് നമ്മൾ പിടിച്ചു, കുഷാൻ ഗാർഡ് കാലത്ത് നമ്മളവിടെ പിടിച്ചു. പക്ഷേ അവിടെ നിന്ന് ഇങ്ങോട്ടൊരു കൗണ്ടർ അറ്റാക്ക് വന്നു, ഗോറിയും ഗസ്നിയും. അപ്പോൾ എന്ത് പറ്റി? ഇസ്ലാമിക് ഇൻവേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞുണ്ടാക്കി. അഫ്ഗാൻകാർ ഇങ്ങോട്ട് വരുമ്പോൾ അത് ഇസ്ലാമിക്കാണ്, ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ റിലിജൻ ഇല്ല. അപ്പം ഹിരോഷിമയിൽ നാഗസാക്കിൽ ആരാ പോകുമ്പോൾ ക്രിസ്ത്യാനിയിലും പോകുമ്പോൾ ക്രിസ്ത്യാനിയിൽ അമേരിക്കക്കാരനാണ്. അപ്പം മതം എടുക്കത്തില്ല. ഒരക്രമം വരുമ്പോൾ മതം പറയും, മറ്റേ അക്രമം വരുമ്പോൾ രാജ്യത്തിൻ്റെ പേര് പറയും.